UDFന്റെ വിജയത്തിൽ യുവ നേതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. നമ്മളെല്ലാവരും കണ്ടതാണ്. ചാണ്ടി ഉമ്മൻ MLA അതോടൊപ്പം ഉണ്ട്. എടക്കര പഞ്ചായത്തിന്റെ ചുമതലയുണ്ടായിട്ട് 3000-ഓളം വീടുകൾ നേരിട്ട് കയറിയിറങ്ങിയാണ്. ഈ വിജയം വരുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും വലിയ ഒരു സന്തോഷമാണ്. ഇത് കൂട്ടായ ലീഡർഷിപ്പിന്റെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. യുവ നേതാക്കന്മാർ സിദ്ദീഖ്, പ്രിയപ്പെട്ട മാത്തിക്കുൾനാടൻ, ഷാഫി, പ്രിയപ്പെട്ട രാഹുല്, പ്രിയപ്പെട്ട അഹമ്മദ് ഷാജു, പ്രിയപ്പെട്ട ഫിറോസ്, എല്ലാവരും ജിഷാന്, എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ഒപ്പം ഞങ്ങളുടെ ലീഡർഷിപ്പ് ആദരണീയനായ KC വേണുഗോപാൽ, ഏറ്റവും ആദരണീയനായ സാദിഖലി തങ്ങൾ, മുനവറിൽ തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, എല്ലാവരും വന്ന് എല്ലാവരും വീട് കയറുമായിരുന്നു. എല്ലാവരുടെയും കൂട്ട എഫേർട്ട്. സിദ്ദീഖും എല്ലാം ഞങ്ങൾ ലീഡർസാ. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വീട് എല്ലാവരും പണിയെടുത്തു. നിങ്ങൾ ചാനലുകാരൊക്കെ ഞങ്ങൾക്ക് എതിരായിട്ടു. ഞങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചു. അതാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. എല്ലാ ചാനലും ഞങ്ങൾക്ക് എതിരേ. എല്ലാവരും പറയട്ടെ, നിങ്ങൾ ആചാരമായിക്കോട്. പോസിറ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് 10,000-12,000 വോട്ടിന് ഭൂരിപക്ഷം ഞങ്ങൾ ജയിക്കും. പിന്നെ അവിടെ ഷൗക്കത്ത് പറഞ്ഞതില്ല, 2 പ്രാവശ്യം തോറ്റന വേണ്ടതാ. അതാണ് തിരിച്ചു പിടിക്കാണ്. അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അത് അല്ല, തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളും പല വോട്ട് പിടിക്കും. അതൊക്കെ കൂടി നിങ്ങൾ കണക്കാക്കാം. ഇപ്പോൾ ആരാ അതാണല്ലോ കേരളത്തിൽ 12,000 വോട്ട് ഭൂരിപക്ഷം ഷൗക്കത്ത് ഇസ് MLA. ഇതൊരു യാതൊരു സംശയം വേണ്ട, ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. ഞങ്ങളെല്ലാവരും 63 നേതാക്കൾ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് നേതൃത്വം നൽകിയ ഒരു ടീം മുസ്ലിം ലീഗിന്റെ 63 നേതാക്കളാണ് ഇവിടെ ഉണ്ടായത്. ചരിത്രത്തിൽ ആദ്യമായി നിലമ്പൂരിൽ 263 ബൂത്തിന്റെ അകത്ത് 253 കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. ഏകദേശം 24 പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു. വളരെ സിസ്റ്റമാറ്റിക്കായി വർക്ക് ചെയ്തത് കൊണ്ടാണ് ഈ വിജയം നേടാനായത്. മറ്റാരും വോട്ട് പിടിച്ചതൊന്നുമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. യെസ്, ഞങ്ങളോട് പാർട്ടി ലീഡർഷിപ്പ് നിലമ്പൂരിലേക്ക് പോകുന്ന തലേന്ന് വിളിച്ച് പറഞ്ഞത് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെക്കുക, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങുക. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ചിട്ടാണ് വന്നത്. കഴിഞ്ഞ 23 ദിവസക്കാലം തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ഈ അവസാനിക്കുന്ന ദിവസം വരെ മുസ്ലിം ലീഗിന്റെ മുഴുവൻ മിഷണറികളും ഇവിടെ സജീവമായി എന്നതിന്റെ തെളിവാണ്. ഏറ്റവും നല്ല വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചത് ഇത് ലീഗിന്റെ വിജയമാണ്, UDFന്റെ വിജയമാണ്, ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിജയമാണ് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ചില യുവ നേതാക്കൾ കൂടി അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഇവിടെ.